ഹായ് ആൾ. ഇന്ന് ഞാൻ പിഗ്മെൻറ്റേഷനെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് 2-3 പേര് പിഗ്മെൻറ്റേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ ഇടാവോ മാം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ പ്രായമുള്ള ഒരുപാട് പേർക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇപ്പം എൻ്റെ പ്രായമില്ലാത്ത അമ്മമാരായിരുന്നാൽ പോലും അവർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച് കുറച്ച് കാര്യം എനിക്കറിയാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ കുറച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് പിഗ്മെൻറ്റേഷൻ എന്നാണ്. പിഗ്മെൻറ്റേഷൻ എന്താണെന്നും അത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ വരുന്നതെന്നുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങൾ ഓർക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ സ്കിന്നിന് കളർ കിട്ടുന്നത് മെലാനിൻ എന്നുള്ള ഒരു സാധനം കൊണ്ടാണ്. അപ്പോൾ ഈ മെലാനിൻ എന്തുവാണ്? മെലാനിൻ ഒരു സ്കിൻ സെൽസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്കിൻ സെൽസിൽ നിന്നാണ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെലാനിൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്. കാരണം നമ്മൾ അത് ഒരു പരിധി വരെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങുമ്പം അതിൻ്റെ ഈ ഹാഷ് കെമിക്കൽ റേസ്, അതിൻ്റെ ഈ ഭയങ്കര രശ്മികളിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ മെലാനിൻ നമുക്ക് വേണം. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു പരിധി കഴിഞ്ഞ് അത് കൂടുതലാകുമ്പോഴാണ് അത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ സ്കിൻ സെൽസ് അൺഹെൽത്തി ആവുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. അത് അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഈ സൂര്യരശ്മിയെ നമ്മുടെ ബോഡിയിൽ താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സൂര്യപ്രകാശത്തിലൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ഈ മെലാനിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോൾ കരുവാളിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ ഈ സ്കിന്നിൻ്റെ അടിയിൽ വന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അതവിടെ കെട്ടിക്കിടന്നിട്ട് അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് അടിയുകയും ചെയ്യുമ്പോഴാണ് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത്. പടർന്ന് ആണ് ഉണ്ടാകുന്നെങ്കിൽ മൊത്തത്തിൽ കറുത്ത് ഇരിക്കും. ഇല്ല, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് കെട്ടി നിന്നിട്ട് അത് പുറത്ത് വരുമ്പോഴാണ് ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനായിട്ട് വരുന്നത്. 80% ആളുകളിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നത് ഈ സൂര്യപ്രകാശത്തിൽ നിന്നാണ്. പിന്നെ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നതുകൊണ്ട്, ഒന്ന് ജെനറ്റിക്സ് ചിലപ്പം ഉണ്ടാകാം, ജെനറ്റിക്സ് വഴി. മറ്റൊന്ന് തൈറോയിഡ്. പിന്നെ അല്ലാതെ വൈറ്റമിൻ B12 ഫോളിക് ആസിഡും നമ്മുടെ ബോഡിയിൽ അധികം ഇല്ല എങ്കിൽ നമുക്ക് വരാം. പിന്നെ ചില മുറിവുകൾ കാരണം കറുത്ത സ്കിന്ന് കറുക്കുക, അതും ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ്. പിന്നെ ചെറിയ കുട്ടികൾ പ്യൂബർട്ടി സമയത്തും അല്ല പ്രഗ്നൻസി സമയത്തും അല്ല മെനോപോസ്, നമ്മളെപ്പോലുള്ളവർക്ക് മെനോപോസ് സമയത്തും ഒക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാം. പിന്നെ ബോഡിയിൽ ചില നമ്മളെടുക്കുന്ന ചില മരുന്നുകൾ, അതായത് പ്രഗ്നൻസി പിൽസുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ എടുക്കുന്നവർക്കുണ്ടാകാം. ചില ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിലും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മെലാനിൻ എന്ന് പറയുന്ന സാധനം ആവശ്യത്തിലധികം ഉണ്ടാകുമ്പോഴാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരുന്നത്. ആവശ്യത്തിലധികം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ആവശ്യത്തിന് മതി, പക്ഷേ നമ്മൾ നമ്മുടെ സ്കിന്നിനെ വേണ്ടാത്ത രീതിയിൽ ട്രിഗർ ചെയ്യിക്കും. അറിഞ്ഞോ അറിയാതെയോ ട്രിഗർ ആകുമ്പോഴാണ് മെലാനിൻ വെളിയിൽ വന്ന് അടിയിൽ കെട്ടി നിന്നിട്ട് വെളിയിലോട്ട് വന്ന് ഇങ്ങനെ കറുത്ത കളറായിട്ട് കിടക്കുന്നത്. അത് ശരിക്കും ഒരഭംഗി തന്നെയാണ്. എനിക്കൊരു 47-48 വയസ്സൊക്കെ ആയ സമയത്ത് എനിക്ക് ഈ ഭാഗത്ത് അത്രയും, അത് പക്ഷേ മെലാസ്മയായിരുന്നെന്നാണ് തോന്നുന്നത്. അത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആവാനുള്ള സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും ഞാൻ ആരെയും കൊണ്ട് കാണിക്കുകയോ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സ്വയം ട്രീറ്റ്മെൻറ്റും കാലങ്ങളും കൊണ്ടാണ് ഒരുപാട് കാലം ഞാൻ ഓരോന്നും ചെയ്താണ്. ഇവിടെ ഒത്തിരി കറുത്തപാടുണ്ടായിരുന്നു, അതെല്ലാം കുറഞ്ഞു. പക്ഷേ എന്നാലും ഇപ്പോഴും ചെറുതായിട്ടുണ്ട്. ഇവിടെയും ഉണ്ട്, പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷെ അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പോകുമോ എന്ന് ചോദിച്ചാൽ പോകും. പക്ഷെ 3 കാര്യങ്ങൾ നമുക്ക് വേണം. അതിലൊന്ന് ക്ഷമ, രണ്ടാമത് സമയം, മൂന്നാമത് കറക്റ്റ് സ്കിൻ കെയർ റൂട്ടീൻ. ഇത് 3 ഉണ്ടെങ്കിൽ നമുക്കിത് മാറിക്കിട്ടും. പിന്നെ നമ്മൾ മാറി കിട്ടിയാലും നല്ല സ്കിൻ കെയർ റൂട്ടീനൊന്നും ഇല്ല എങ്കിൽ തിരിച്ചത് അതിനേക്കാളും കൂടുതലായിട്ട് തിരികെ വരും. അത് ഷുവറാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് മുഖത്തിന് മാത്രം വരുന്നത്? അങ്ങനെയാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നമ്മൾ ഇറങ്ങുമ്പം മുഖത്തിന് മാത്രം വരുന്നത് എന്തുകൊണ്ടാണ്? മുഖത്തിനും കഴുത്തിനുമേ ആദ്യം വരുള്ളൂ. ബാക്കി ഭാഗമെല്ലാം നമ്മുടെ കയ്യിലും കാലിലും വരും. പക്ഷേ ബാക്കി ഭാഗമെല്ലാം നമ്മുടെ ഡ്രസ്സ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ടും, പിന്നെ മുഖത്തിലെ സ്കിൻ എന്ന് പറയുന്നത് ദേഹത്തിലെ സ്കിൻ പോലല്ല, കുറേ കൂടെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവിടോട്ട് ബാധിക്കും.
കഴുത്തിൽ അത് കഴിഞ്ഞ് ബാധിക്കും. ചിലർക്ക് കയ്യിലും കണ്ടിട്ടില്ലേ, നമ്മൾ ഡ്രസ്സുകൾ ഇപ്പോൾ ഇത്രയും കൈയുള്ള വരെയുള്ള ഡ്രസ്സുകൾ കാലങ്ങളായിട്ട് ഇടുമ്പോൾ അവരുടെ ഈ ഭാഗത്തൊരു കളറ്, ഈ ഭാഗത്തൊരു കളറ്, അങ്ങനെ വരുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ എല്ലായിടവും വരും, പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ മുഖത്ത് മാത്രമാണെന്നേ ഉള്ളൂ. മാക്സിമം നമ്മൾ സൂര്യപ്രകാശത്തിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, കാരണം സൂര്യപ്രകാശത്തിൽ കുറച്ച് നേരം രാവിലെ പോയി നിന്നാലും നമ്മുടെ മുഖത്ത് തന്നെ അടിക്കണമെന്നില്ല, നമ്മുടെ ദേഹത്ത് അടിച്ചാലും നമുക്കത് കിട്ടും. പിന്നെ തീ പോലത്തെ വെയിലത്ത് പോയി നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. 10 മണി തൊട്ട് 4 മണി വരെയുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ നിങ്ങളൊരു കുടയോ അല്ലെങ്കിൽ ഒരു ഹാറ്റോ, ഇപ്പോൾ ബീച്ച് സൈഡിലോ എവിടെയെങ്കിലും അങ്ങനെയൊക്കെയുള്ള പോകുമ്പോൾ ഒരു ഹാറ്റോ ഉപയോഗിക്കുക. പിന്നെ ബ്രോഡ് സ്പെക്ട്രമായിട്ടുള്ള നല്ല സൺസ്ക്രീൻ ഉപയോഗിക്കുക. അത് ഏതൊരാൾക്കും വേണ്ടിയതാണ്, കുഞ്ഞുങ്ങൾക്ക് തൊട്ട് വേണം. കുട്ടികൾക്കുള്ള സൺസ്ക്രീൻസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, അപ്പം അവർക്കും ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രായത്തിന് ആകുന്നതിന് മുന്നേ തന്നെ അവരുടെ സ്കിന്നിൽ ഒരുപാട് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വീഴും. അപ്പോൾ അതാണ് നമ്മൾ കുട്ടികളുടെ സ്കിന്നും വളരെയേറെ സൂക്ഷിക്കുക. അവർ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോഴും ആയാലും വെയിലത്ത് കളിക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ ആയാൽ പോലും പുറത്ത് വിടാവും. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു SPF 30 കൂടുതലുള്ളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്കിൻ ടെക്സ്ചർ അനുസരിച്ച് ചൂസ് ചെയ്യുക. പിന്നെ പോകുന്നതിന്, നമ്മൾ വെളിയിൽ പോകുന്നതിന് ഒരു 30 മിനിറ്റ് മുന്നേ അപ്ലൈ ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്താൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യുക. ഈവൻ വീട്ടിൻ്റെ അകത്ത് ഇരുന്നാൽ പോലും സൺസ്ക്രീൻ നമുക്ക് ആവശ്യമാണ്. സൺസ്ക്രീൻ മാത്രം ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്കിൻ കെയർ റൂട്ടീന് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ സ്കിന്നിന് നമുക്ക് സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള 3 സെറം, അത്യാവശ്യമുള്ള 3 സെറം ഏതെന്ന് വെച്ചാൽ, ഒന്ന് വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ്നസ് കൊടുക്കും സ്കിന്നിന്. പിന്നെ നയാസിനമൈഡും വൈറ്റമിൻ സിയും റെറ്റിനോളും, ഇത് 3ഉമാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഒരു പോംവഴി. ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ പകൽ നമ്മുടെ സ്കിൻ കെയർ നല്ല രീതിയിൽ സ്കിന്നെ കെയർ ചെയ്താൽ മാത്രമേ നമുക്കിതെല്ലാം മാറിക്കിട്ടുള്ളൂ. ഇനി നയാസിനമൈഡ് എന്താണ്? നയാസിനമൈഡ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B3 ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരുപാട് ആളുകൾ ഈ റൈസ് വെച്ച്, അതായത് അരി വെച്ചുള്ള പലതരം മാസ്കുകളും അതും ഇതുമൊക്കെ മുഖത്തിടുന്നത് കണ്ടിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ അരിയിൽ ധാരാളം നയാസിനമൈഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കൊറിയൻസ് ആയാലും ബാക്കിയുള്ള രാജ്യക്കാരെല്ലാം റൈസ് വാട്ടർ വെച്ചുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അവരത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലിടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പോസ് എല്ലാം ഒന്ന് ടൈറ്റ് ആകും, സ്കിന്നിനൊരു ടൈറ്റ്നസ് കൊടുക്കും, പിന്നെ നല്ലൊരു ഗ്ലോ കിട്ടും, പിന്നെ കുറച്ച് യങ് ആയിട്ടിരിക്കാൻ അതുകൊണ്ട് സഹായിക്കും, പിന്നെ സ്കിൻ ടെക്സ്ചറും നന്നാവും. അപ്പോൾ നയാസിനമൈഡിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് റെറ്റിനോളാണ്. റെറ്റിനോൾ നമ്മുടെ സ്കിൻ സെൽസിനെ ടേൺ ഓവർ, സ്കിൻ സെൽസിൻ്റെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. ഇപ്പോൾ എല്ലാവരും റെറ്റിനോളെ കുറിച്ചാണ് പറയുന്നത്. റെറ്റിനോൾ ശരിക്കും വേണ്ടിയ ഒരു സാധനം തന്നെയാണ്. റെറ്റിനോൾ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, രാത്രി മാത്രമേ ഇടാവൂ, പകൽ റെറ്റിനോൾ ഇടുകയും ചെയ്യരുത്. ഇനി രാത്രി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ പകലും അതേപോലെ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ അത് വിനയാകും. പകൽ നമ്മൾ മുഖം കഴുകി നല്ല ഒരു മോയ്സ്ചറൈസറും, വൈറ്റമിൻ സി വേണമെങ്കിൽ പകലിടാം. വൈറ്റമിൻ സി വലിയ ദോഷം ഇല്ല എങ്കിലും സെറംസ് എപ്പോഴും രാത്രി തന്നെയാണ് നല്ലത്. പക്ഷേ വൈറ്റമിൻ സി പകലിട്ടപ്പോൾ വെളിയിലൊന്നും പോകാത്തവരാണെങ്കിൽ, വീട്ടിൻ്റെ അകത്ത് മാത്രം ഇരിക്കുന്നവരാണെങ്കിൽ നല്ലൊരു വൈറ്റമിൻ സി ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് അതും കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലൊരു സൺസ്ക്രീനും ഇട്ട് വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ വെളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ, വെയിലത്തൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ സിറംസ് കഴിവതും പകൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയ അടുത്തത് വേണ്ടിയതാണ് വൈറ്റമിൻ സി. ഇതിന് സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് അപ്പം ഈ കരുവാളിച്ചിരിക്കുന്ന ഈ കറുത്ത ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എല്ലാം അത് ലൈറ്റൻ ചെയ്ത് അത് കുറയ്ക്കും. വൈറ്റമിൻ സിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും. അത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറച്ചിരിക്കും. എനിക്ക് പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു 48 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഇത്രയും ഭാഗത്തുണ്ടായിരുന്നു. ഞാൻ ആദ്യം യൂസ് ചെയ്ത പ്രോഡക്റ്റ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ആ കറുപ്പെല്ലാം കുറയുന്നുണ്ട് എന്ന് മനസ്സിലായി.
പക്ഷേ ഒരുവിധം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതങ്ങോട്ട് ഏൽക്കുന്നില്ല. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ള ഞാൻ പല പരീക്ഷണങ്ങളിൽ കൂടെയാണ് ഞാൻ എൻ്റെ മുഖത്തിൻ്റെ ഈ കറുപ്പ് കുറച്ചത്. അതായത് വൈറ്റമിൻ സി യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ അന്നൊക്കെ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാനത് ഒരുപാട് വായിക്കുകയും ഒക്കെ ചെയ്യുമ്പം എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ മുഖത്തിന് ചേരുന്ന വിധം എൻ്റെ മനസ്സിന് ഉചിതമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്താണ് ഞാനിതൊരു പരിധിവരെ കുറച്ചത്. പക്ഷേ ആദ്യം ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് വൈറ്റമിൻ സി തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ അങ്ങാടിക്കടകളിലൊക്കെ കിട്ടുന്ന ഇരട്ടി മധുരം ഉണ്ടല്ലോ, ലൈക്കോറൈസ് എന്നാണ് അതിന് പറയുന്നത്. അതിന് ഈ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പല ബ്രാൻഡുകളും അവരുടെ പ്രോഡക്ട്സിലെല്ലാം ഇത് യൂസ് ചെയ്ത് അവർ പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട്. അപ്പം ലൈക്കോറൈസ് എന്ന് വെച്ചാൽ ഇരട്ടി മധുരം, നമ്മൾ ചിലർ അതിമധുരമെന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൗഡർ, ലൈക്കോറൈസിൻ്റെ പൗഡറൊക്കെ വാങ്ങിച്ച് നമ്മൾ വേറെ വലയിൽ മിക്സ് ചെയ്തൊക്കെ തേച്ചാലും അത് കുറയ്ക്കാൻ ഒരു പരിധി വരെ സഹായിക്കും. നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് ചില കാര്യങ്ങൾ നമ്മൾ പാക്കായിട്ടൊക്കെ ഉപയോഗിക്കത്തില്ലേ, അപ്പോൾ അതിലൊക്കെ ഈ ലൈക്കോറൈസിൻ്റെ പൗഡറും കൂടെ കുറച്ച് ചേർക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ് ഉണ്ടാക്കും. പിന്നെ കോജിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ സി, കോജിക് ആസിഡ്, ലൈക്കോറൈസിൻ്റെയൊക്കെ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെലാനിൻ ഉണ്ടാകത്തില്ലേ, ആ മെലാനിനെ ഒരു പരിധി കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യാൻ അനുവദിക്കത്തില്ല. അതാണ് ഇവരെല്ലാം ചെയ്യുന്നത്. കാരണം അതിന് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് കാരണം മെലാനിൻ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അതായത് മെലാനിൻ മുകളിലോട്ട് വരത്തില്ല. അതാണ് ഇവർ വൈറ്റമിൻ സി ആയാലും കോജിക് ആസിഡ് ആയാലും ലൈക്കോറൈസിൻ്റെയൊക്കെ ജോലി. ഇനി കുറച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഹോം റെമഡീസ്, അതായത് നമ്മുടെ ആപ്പിൾ സൈഡർ വിനീഗറില്ലേ, അത് മദർ എന്ന് പറഞ്ഞ് മദർ എന്ന് എഴുതിയത് മാത്രം നിങ്ങൾ വാങ്ങുക. ആപ്പിൾ സൈഡർ വിനീഗർ വാങ്ങിച്ചാൽ അത് ഒരു 1/2 സ്പൂൺ, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ തേനും പിന്നെ കൂടെ മിക്സ് ചെയ്യുക. നല്ലോണം ആപ്പിൾ സൈഡർ വിനീഗറും തേനും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ കറുപ്പുള്ള അവിടെ തേച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. അല്ലാതെ ആപ്പിൾ സൈഡർ വിനീഗർ അത് മാത്രം അപ്ലൈ ചെയ്യണമെങ്കിൽ അത് മാത്രം ഡയറക്റ്റായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷനിൽ ഇട്ട് കൊടുക്കരുത്. അതിപ്പോൾ 1 സ്പൂൺ എടുക്കണമെങ്കിൽ 1 സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അത് ആ സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്ത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. ദിവസം ഇതൊക്കെ ചെയ്യണം, അല്ലാതെ എന്തെങ്കിലും ഒരു ദിവസം ചെയ്താൽ ഇതൊന്നും മാറി കിട്ടത്തില്ല. പിന്നെ അതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം, ഓറഞ്ച് ജ്യൂസും തേനും അല്ലെങ്കിൽ നാരങ്ങ നീരും തേനും ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ ഈ പിഗ്മെൻറ്റേഷനുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. പിന്നെ അലോവേറയിൽ അലോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് നമ്മളെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ, വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ, അതായത് നല്ല സ്റ്റബേൺ ആയിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ പോലും അലോവേറ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അലോവേറ നിങ്ങൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ അത് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള ഡയറക്റ്റായിട്ട് കട്ട് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കുറേ നേരം അതിനെ മുറിച്ച ഭാഗം താഴ്ത്തി വെച്ചിട്ട് അതിൽ നിന്നൊരു മഞ്ഞ കെമിക്കൽ വെളിയിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അതിനെ മുറിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്യുക, ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് ഒലച്ച് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. അലോവേറ നല്ല ഒരു ഡീപിഗ്മെൻറ്റിങ് ഏജൻറ്റ് അതിലുണ്ട്, അലോയിൻ എന്നാണ് പേര്. അപ്പം അത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നല്ല സഹായം ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്കിന്ന് നല്ല സോഫ്റ്റാവും, സപ്പിളാവും, നല്ല ഒരു ഗ്ലോ കൊടുക്കും. എത്ര പഴയ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ പോലും അലോവേറ കൊണ്ട് മാറ്റാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അലോവേറ ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ ആ ചെടിയിൽ നിന്ന് മുറിച്ചെടുത്ത് അതിന് സേഫ് ആക്കിയിട്ട് വേണം മുഖത്ത് അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ പലർക്കും റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, ഒരു മഞ്ഞ സബ്സ്റ്റൻസ് അതിൽ നിന്ന് വരുന്നത് കൊണ്ട് റിയാക്ഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് ഉപയോഗിച്ചാൽ അതെന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ നമ്മുടെ ഉള്ളിനീരും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ കറുത്ത പാടുള്ളിടത്ത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് അതങ്ങ് കഴുകിക്കളയുക. കുറേ നേരമൊന്നും ഉള്ളിനീര് നമുക്ക് മുഖത്തിട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, കണ്ണൊക്കെ നീറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പിഗ്മെൻറ്റഡ് ഉള്ള ഭാഗത്ത് ഒരു 3 മിനിറ്റ് ഇട്ടിട്ട് കഴുകിക്കളയുക. ഇതൊക്കെ എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് എന്നും ചെയ്താൽ ഇത് കുറയും. ഇങ്ങനെ നിങ്ങൾ പലതും പരീക്ഷിച്ച് നോക്കണം, അല്ല ഒന്നും ചെയ്യാതിരുന്നാൽ അത് കൂടുതൽ ആയി വരെയുള്ളൂ. അപ്പോൾ സ്കിന്ന് ആ ഭാഗം ലൈറ്റൻ ചെയ്യാൻ നോക്കുക. ആ ഭാഗം ലൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഭാഗത്തും എല്ലാം കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരേപോലത്തെ കളറായിട്ട് ഇരിക്കും. പിന്നെ ഗ്രീൻ ടീയിൽ നിറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഗ്രീൻ ടീ നിങ്ങൾക്ക് ആ ടീ ബാഗ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് വിൽക്കാൻ പറ്റും. ഈ കറുപ്പ് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് പോലും ഗ്രീൻ ടീ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ
ലൈക്കോറൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിമധുരം, അതിൻ്റെ പൊടിയൊക്കെ നല്ലത് നിങ്ങൾക്ക് ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിയിട്ട് തൈരും ഇതും കൂടെ ചേർത്തിട്ട് ഒരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം മുഖത്ത്. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. പിന്നെ അതുപോലെ ലൈക്കോറൈസിൻ്റെ പൗഡറും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പാക്കായിട്ട് ഇട്ടിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം നമ്മൾ കുറച്ച് കൈ നനച്ച് ഒന്ന് കുതിർത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞാലും അതും പെട്ടെന്ന് നിങ്ങളുടെ ഈ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും. അപ്പോൾ ലൈക്കോറൈസും തൈരും നല്ലതാണ് മാസ്കായിട്ട്. ലൈക്കോറൈസും റോസ് വാട്ടർ വാങ്ങുമ്പോൾ നല്ല റോസ് വാട്ടർ നോക്കി വാങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പം അതെല്ലാം ചെയ്യാൻ നിങ്ങൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ ടിപ്സാണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്യുകയും ചെയ്യാം. പിന്നെ പാലും മഞ്ഞളും തൈരും മഞ്ഞളും ഇതും ചെയ്ത് നോക്കാം. പണ്ട് ഞാനിതൊക്കെ ചെയ്യുന്നതായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ലൈക്കോറൈസ് ഞാൻ ചെയ്തില്ല. പിന്നെ ഇടയ്ക്ക് പണ്ട് വന്നപ്പോൾ ചെയ്തില്ല, പിന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പാലും മഞ്ഞളും തൈരും മഞ്ഞളും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. കാരണം ഇത് പതുക്കെ കുറയത്തുള്ളൂ. ഇല്ല എങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഡോക്ടർ നല്ല സ്റ്റിറോയിഡ്സ് അടങ്ങിയ ക്രീംസൊക്കെ തരുമ്പം അതങ്ങ് കുറയും. അല്ല എങ്കിൽ നമ്മൾ നല്ല സിറംസ് വാങ്ങിച്ച് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റബേണായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ നമുക്ക് കുറഞ്ഞ് തന്നെ കിട്ടും. അല്ലാതെ അതുകൊണ്ട് അത് വന്നു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. പക്ഷേ അത് വരുമ്പം നമ്മളെ കാണാൻ ഒരു അഭംഗിയായിരിക്കും. ആ കറുപ്പാണ് നമ്മുടെ, ആര് നോക്കിയാലും നമ്മുടെ ആ കറുപ്പിലേക്കാണ് കണ്ണ് പോകുന്നത് അവരുടെ. അപ്പോൾ അത് ആകാതിരിക്കാൻ വേണ്ടി, അങ്ങനെ അത് മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട്സ് കിട്ടും. പിന്നെ ടൊമാറ്റോയും തേനും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ മുഖത്തിട്ട് നോക്കുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനെ ഓരോന്നും പരീക്ഷിച്ച് നോക്കിയാലേ നിങ്ങളുടെ മുഖത്തിന് എന്താണ് ചേരുന്നത്, സ്യൂട്ടാവുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ മുഖത്തിന് ചേരുന്നത് നിങ്ങളുടെ മുഖത്ത് ഇടാൻ പറ്റില്ല. എനിക്കിപ്പോൾ നാരങ്ങ നീര് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇച്ചിങ്ങും വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് പറ്റില്ല. എനിക്ക് അലർജി ഉണ്ട്. നാരങ്ങ നീരായാലും ചിലപ്പോൾ മഞ്ഞൾ, ഇപ്പം എനിക്ക് മഞ്ഞളും ഇച്ചിരി അലർജി പോലെയാണ്. അപ്പം നിങ്ങൾ മഞ്ഞൾ എടുക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കറിക്കുള്ള മഞ്ഞളല്ല, നമ്മുടെ ചന്ദനത്തിൻ്റെ കളറിലുള്ള മഞ്ഞൾപ്പൊടി വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നല്ലത് വാങ്ങാൻ കിട്ടും. അല്ലാതെ മറ്റേ സാധാരണ മഞ്ഞൾ അത് അത്രയും നല്ലതല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ഏതെങ്കിലും നിങ്ങൾ വളർത്തുന്നതോ അങ്ങനെയൊക്കെ ഉള്ളത് ഓക്കെ, കുഴപ്പമില്ല. അല്ലാതെ ഈ വൈൽഡ് ടെർമറിക് എന്ന് പറഞ്ഞ് കിട്ടും, കളർ കുറവായിരിക്കും, പക്ഷേ അതാണ് ഏറ്റവും നല്ലത്. അത് വാങ്ങിച്ച് അതിൻ്റെ പൊടി കിട്ടുമെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഇന്നിപ്പോൾ പറയാനുള്ളൂ. ഇത് പിഗ്മെൻറ്റേഷനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്, നിങ്ങളുടെ ഒരു അവെയറിന് വേണ്ടിയാണ്. ഒരുപാട് എന്നെ പോലുള്ള അമ്മമാർക്കും സ്ത്രീകൾക്കും ഒന്നും ഇത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം. നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കത് ഒരു ഹാപ്പിനെസ്സാണ്. നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളത് ചെയ്ത് മാറുമെങ്കിൽ അത് എനിക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളതെല്ലാം ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. ഓക്കെ, അതുവരെ ബൈ. ലവ് യു ആൾ.